മക്കളെ, നമ്മളെല്ലാവരും കാത്തിരുന്ന സിവിൽ പോലീസ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കുറെ അധികം നാളായിട്ട് ഇങ്ങനെ ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരുന്ന, എപ്പോ വരുമെന്ന് നിങ്ങൾ സംശയം ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ CPOയുടെ സിവിൽ പോലീസ് ഓഫീസറുടെയും WCPO വിമൻ സിവിൽ പോലീസ് ഓഫീസറുടെയും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ട് നോക്കാം മക്കളെ. 563/2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ ശ്രദ്ധിച്ചു കേട്ടോണേ മക്കളെ. 563/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് നോട്ടിഫിക്കേഷൻ. 31,100 മുതൽ 68,800 വരെയാണ് സാലറി. ഓക്കെ, 31,100 മുതൽ 68,800 വരെയാണ് ബേസിക് പേ ലഭിക്കുക. ഒപ്പം നോക്കിയാൽ ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം നമ്മുടെ SAP, അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ KP3, അതേപോലെ ഇടുക്കി ജില്ലയിലെ KP5, എറണാകുളം ജില്ലയിലെ KP1, തൃശൂർ ജില്ല KP2, മലപ്പുറം MSP, കാസർഗോഡ് KP4. ഇത്രയും വരുന്ന ബറ്റാലിയനുകളിലേക്കാണ് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കേരള പോലീസിന്റെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റാണ്. മക്കളെ നോക്കിയടാ, ഓരോന്നിന്റെയും ജില്ലാ അടിസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. SAP ആണ് എങ്കിൽ തിരുവനന്തപുരം റവന്യൂ ജില്ലയാണ്, അതായത് തിരുവനന്തപുരം സിറ്റിയും റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റുകളാണ് പ്രധാനമായിട്ടും വരിക. തിരുവനന്തപുരം ജില്ലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു SAP ക്യാമ്പസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. KP3 ആണെങ്കിൽ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട റവന്യൂ ജില്ലകളിലെ കൊല്ലം, ആലപ്പുഴ, അതേപോലെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകളാണ് അവിടെ വരിക. പത്തനംതിട്ടയാണ് ജില്ലാ ഓഫീസ് എന്ന് പറയുന്നത്. KP5 ആണെങ്കിൽ കോട്ടയം, ഇടുക്കി റവന്യൂ ജില്ലകളാണ്. ഇടുക്കിയാണ് ബേസ് വരിക. എറണാകുളം റവന്യൂ ജില്ലയിലേക്ക് എറണാകുളം ബേസ് ചെയ്തുകൊണ്ട് KP1 ഉണ്ട്. KP2 തൃശൂർ, പാലക്കാട് റവന്യൂ ജില്ലകളിലേക്കും MSP മലപ്പുറം, കോഴിക്കോട് റവന്യൂ ജില്ലകളിലേക്കും. KP4 ആണെങ്കിൽ കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഡിവിഷനുകളിലേക്കും അല്ലെങ്കിൽ ജില്ലകളിലേക്കുമാണ് പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റ് നടത്തുക. അപ്പൊ ഈ തരംതിരിവ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കാം. മലപ്പുറത്തുള്ളയാൾക്ക് KP3 അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. SAP അപ്ലൈ ചെയ്യാം, ഇടുക്കിയിൽ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത് എവിടെയായിരിക്കും? നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഹോം ബറ്റാലിയൻ അനുസരിച്ചായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ബറ്റാലിയനിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ബറ്റാലിയനിലേക്ക് മാത്രമേ ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. നോക്കിക്കടാ, ഇത് നമ്മുടെ ഒരു പരീക്ഷ ഉണ്ടാകും. മെയിൻസ് പരീക്ഷ മാത്രമാണ് ഉണ്ടാവാൻ സാധ്യത. പ്രിലിമിനറി പരീക്ഷ എന്തില്ല. ബറ്റാലിയനുകളിലെ CPO പരീക്ഷകൾക്ക് ഇപ്പോൾ പ്രിലിമിനറി പരീക്ഷയില്ല. ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പരീക്ഷ മാത്രം എഴുതി ജോലി നേടാവുന്ന, ഫിസിക്കലും നടത്തി ജോലി നേടാവുന്ന ഒരു അടിപൊളി പരീക്ഷയാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. നേരിട്ടുള്ള നിയമനമാണ്. 18 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, 26 വയസ്സാണ് കൂടിയ പ്രായപരിധി. 18 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ജനറൽ കാറ്റഗറിക്കാരന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ UR ആണ്, ജനറൽ കാറ്റഗറിക്കാരനാണ് 18-26. നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ SC/ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, OBC ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 31 വയസ്സ് വരെ, 18 മുതൽ 31 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏജ് ഒന്ന് നോക്കിയേടാ, 18 മുതൽ 26 വയസ്സ് വരെ വരുന്ന ജനറൽ കാറ്റഗറിക്കാരനാണെങ്കിൽ 2/1/1999 ഒന്നുകൂടെ പറഞ്ഞേടാ, 2/1/1999 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC കാറ്റഗറി ആണെങ്കിലോ മക്കളെ 2/1/1990 6-നും 2007 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക്. SC/ST ആണെങ്കിലോ 2/1/1994-നും 1/1/2007 ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഹയർ സെക്കൻഡറി ഉള്ള എന്ന് പറഞ്ഞാൽ +2 പാസ്സായ ഏതൊരാൾക്കും, ഏതൊരു പുരുഷനും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കുറഞ്ഞത് 168 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. നെഞ്ചളവ് 81 സെന്റിമീറ്റർ ആയിരിക്കണം. 5 സെന്റിമീറ്റർ വികസിപ്പിക്കാനായിട്ടുള്ള കഴിവും കൂടി ഉണ്ടായിരിക്കണം. ഇതാണ് പുരുഷന്മാരുടെ കാറ്റഗറി നമ്പറിൽ പറയുന്ന, അല്ലെ പുരുഷന്മാരുടെ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ പറയുക. ഇനി വനിതകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സിവിൽ പോലീസ് ഓഫീസർ തസ്തിക വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 550/2025. ഏതാണ് മക്കളെ? കാറ്റഗറി നമ്പർ 550/2025 കേരള പോലീസിലെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റാണ്.
ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. കേരളത്തിൽ മുഴുവനായിട്ട് ഒറ്റ പോസ്റ്റിലേക്കാണ് വരിക. ഒറ്റ ബറ്റാലിയൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലാതെ പുരുഷന്മാരെ പോലെ സെപ്പറേറ്റ് ബറ്റാലിയൻ ഇല്ല. ഒറ്റ ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. 31,100 മുതൽ 66,800 തന്നെയാണ് ബേസിക് പേ വരിക. പ്രതീക്ഷിത ഒഴിവുകളാണ് കണക്കാക്കപ്പെടുന്നത്. നേരിട്ടുള്ള നിയമനമാണ്, സംസ്ഥാന തലമാണ്. 18 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ജനറൽ കാറ്റഗറിക്കാരന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതേ ഏജ് തന്നെയാണ് 2/1/1999 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ OBC ആണെങ്കിൽ 29 വയസ്സ് വരെയും, എന്ന് പറഞ്ഞാൽ 1996 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ SC/ST കാറ്റഗറിക്കാരനാണെങ്കിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 1994 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വിദ്യാഭ്യാസ യോഗ്യത +2 തന്നെയാണ്. 157 സെന്റിമീറ്റർ ഉയരമുണ്ട് എങ്കിൽ 157 സെന്റിമീറ്റർ ഉയരമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണ് എങ്കിൽ 150 സെന്റിമീറ്റർ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ പറയുന്ന കാഴ്ചയുടെ കേസൊക്കെ എല്ലാം സെയിം ആണ്. നിങ്ങൾ നോർമൽ വിഷൻ ഉണ്ടായിരിക്കണം, 6/6 സ്നെല്ലൻ ദൂരക്കാഴ്ചയും സമീപ കാഴ്ച 0.5 സ്നെല്ലനും ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ണിന് പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്തത പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല. മുട്ട്, തട്ട്, പരന്നപാദം, ഞരമ്പ് വീക്കം, വൈകല്യമുള്ള കാലുകൾ, കോമ്പല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇത് ഉള്ള പലരും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. പിന്നീട് നിങ്ങൾക്ക് കായികക്ഷമതാ പരിശീലനം ഉണ്ടായിരിക്കും. അതിൽ 8 എണ്ണത്തിൽ 5 ഐറ്റമെങ്കിലും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കായിക പരിശീലനവും പാസ്സാകാം. മെഡിക്കൽ എക്സാമിനേഷൻ അതിനുശേഷം ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ CPOയുടെ 2 നോട്ടിഫിക്കേഷനിൽ പറയാനുള്ളത്. CPOയും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ WCPO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി മക്കളെ പഠനത്തിന്റെ കാലഘട്ടമാണ്. നിങ്ങൾക്ക് വേണ്ടി കാക്കി സ്വപ്നം കാണുന്നവർ വെറുതെ സ്വപ്നം കണ്ട് കളയണ്ട മക്കളെ. കാക്കി അണിയാം, അതും നേടിയവനിൽ നിന്ന് പഠിച്ച. ഞാൻ CPO, SI തുടങ്ങിയ റാങ്ക് ലിസ്റ്റുകൾ ക്ലിയർ ചെയ്ത ആളാണ് മക്കളെ. ഞാനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ച് 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ നേതൃത്വത്തിലുള്ള കിടിലൻ ബാച്ചാണ് മക്കളെ. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ജോലി നേടിത്തരാൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള, ഞാൻ ജോലി നേടിയ പല കാര്യങ്ങളും അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അത്തരത്തിലാണ് ഈ ക്ലാസ്സുകൾ വരിക, ലൈവുകൾ വരിക, എക്സാമുകൾ വരിക. അതെല്ലാം നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ രീതിയിലാണ്. ധൈര്യമായിട്ട് നിങ്ങൾ കോഴ്സിലേക്ക് കയറിയോ. കൃത്യമായിട്ടുള്ള മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ പറ്റും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ പറ്റും. പ്രോപ്പർ മെന്റർഷിപ്പിലായിരിക്കും ഈ ബാച്ച് പോകുക. ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ചിലേക്ക് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 250 സീറ്റുകൾ മാത്രമേ ആകെയുള്ളൂ. അതിൽ ഇനി വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ സൂപ്പർ ഹോഴ്സിന്റെ നിലവിലത്തെ സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങൾ ഇത് നിലവിലൊരു സ്റ്റുഡന്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും 8281223366 നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ. 8281223366 നമ്പറിലോട്ട് വിളിച്ചാൽ മതി. സിവിൽ പോലീസ് ഓഫീസർ, വ്യൂമൻ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള ഗോൾഡ് ബാച്ചാണ്. നമുക്കിനിയും വെറുതെ നിസാരമായ കാരണങ്ങൾ പറഞ്ഞ സമയങ്ങൾ വേണ്ട. നിങ്ങളെ ചിട്ടയോടുകൂടി ഇരുത്തി പഠിപ്പിക്കാൻ ഞാൻ റെഡിയാണ്. എൻ്റെ കോഴ്സ് ഡിസൈൻഡ് ആയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളാം. അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് ബാച്ചിൽ കാണാം. ഇനി ഒന്നും ആലോചിക്കാനില്ല. കിടിലനായിട്ട് പഠിക്കുന്ന നാളുകൾ ജോലി നേടുന്നത് വരെ നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കും. പൊരുതാൻ തയ്യാറാണെങ്കിൽ നേരെ കയറിക്കോ ഗോൾഡ് ബാച്ചിലേക്ക്.